ഞാനിങ്ങനെ ഷോർട്ട് ഇട്ടപ്പോഴേ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യണേ ചേച്ചി എന്നൊക്കെ. പിന്നെ പലതരം കമൻസുകളൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫുള്ളൊന്നും എനിക്ക് കിട്ടിയില്ല. 1-2 ദിവസത്തെ അങ്ങനെയൊക്കെയാണ് എടുത്തു വെച്ചത്. അത് ഓരോരോ സെക്ഷനായിട്ട് ഇന്ന് വെള്ളം കയറിയത്, വെള്ളം കയറാൻ പോകുന്നത്, പിന്നെ വെള്ളം ഇറങ്ങിയത്, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുറച്ച് ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. അല്ലാത്ത ഉള്ള സമയത്തെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഭയങ്കര തീ കത്തുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ നമുക്ക് സഹായമായിട്ടുണ്ട്. നമ്മളെപ്പോഴും വിളിക്കുന്ന നോക്കിക്കൊണ്ടിങ്ങനെ അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴുണ്ടല്ലോ എന്താ പറയുക, നമുക്ക് ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലാണ്. ഇനി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കായാലും ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളൊരു ഫോൺ കോൾ മതി എന്ന് പറയാറില്ലേ. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിട്ട് എനിക്കെന്ന് വെച്ചാൽ ഇവിടെ വെള്ളം കയറുമെന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിൽ ഭയങ്കര ടെൻഷനാണ്. കാരണം നമ്മൾ വീട് കെട്ടി ഇട്ടൂന്നേ ഉള്ളൂ, താമസിച്ചിട്ടില്ല അധികം. അതിനു മുമ്പേ തന്നെ ഈ വെള്ളമൊക്കെ കയറാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമല്ലേ. അപ്പോൾ 2019 എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് വെള്ളം കയറിയത്. അന്നെന്ന് വെച്ചാൽ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്ന് മോള് ചെറുതൊക്കെ ആയതുകൊണ്ട് ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ എനിക്ക് അന്ന് ഒരു മാസം ഒരു ഡിപ്രഷൻ പോലെ ആയിരുന്നു. കാരണം നമുക്ക് പറയാൻ പറ്റില്ല എന്താണ്, വെള്ളം കയറിയോ കയറുന്നുണ്ടോ. കാരണം നമ്മൾ കാണുന്നില്ല, ആൾക്കാർ പറയുന്നത് മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. ഇപ്പോഴെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ വലുതായതുകൊണ്ട് ടെൻഷനില്ല എന്നല്ല, ടെൻഷനുണ്ട് കേട്ടോ ഉള്ളിൽ. എന്തായാലും അതില്ലാതിരിക്കില്ലല്ലോ. എപ്പോഴെല്ലാവരും പറയും ഈ കുട്ടനാട് സൈഡിലൊക്കെ ഉള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ വെള്ളം കയറുന്ന താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഉള്ളവരുടെ അവസ്ഥ. ശരിയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. വെള്ളം കയറുമോ, എപ്പോഴാണ് കയറുന്നത്, എത്ര മണിക്കാണ്, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു അവസരത്തിൽ. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല വെള്ളമൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉരുകിയിട്ട് നിൽക്കുന്നതെന്നൊക്കെ പറയാറില്ലേ. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഉള്ളിൽ കയറുമോ ഇല്ലയോ. പിന്നെ വളരെ കുറച്ച് സാധനങ്ങൾ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല, അത് പെട്ടെന്ന് അങ്ങ് എടുത്ത് വെക്കാം. പിന്നെ ഇതാണ് മഴ ഇവിടെ പെയ്യണമെന്നില്ല, കിഴക്കൻ പ്രദേശങ്ങളിൽ പെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് കയറും. ഈ ഒരു സ്റ്റെപ്പാണ് അടയാളം വെച്ചത്. ആദ്യം ഒരു സ്റ്റെപ്പ് മുങ്ങി, പിന്നെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ മുങ്ങണോ വേണ്ടയോ എന്നും പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. അതിങ്ങനെ ഞങ്ങൾ രാത്രിയിൽ പ്രത്യേകിച്ച് കറണ്ടൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, വെള്ളം കയറുന്ന കറണ്ടില്ല, ഒന്നും പറയണ്ട കേട്ടോ. അന്ന് 2 ദിവസം ഞങ്ങൾ ഉറങ്ങിയില്ല എന്ന് തന്നെ പറയാം. പിള്ളേർ ഉറങ്ങി, ഞങ്ങൾ 2 പേരും ഇങ്ങനെ എഴുന്നേറ്റിരുന്ന്. കാരണം ഞങ്ങളുടെ ഫോണിലാണെങ്കിൽ ചാർജില്ല. കാരണം പല ആൾക്കാർ വിളിക്കുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു, ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ ഫോൺ തന്നെ ഉപയോഗിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഞങ്ങളുടെ ഇതിൻ്റെ ചാർജ്. എന്തായാലും ഇവിടുന്ന് ഭയങ്കര ടെൻഷനാണ്. എല്ലാം ഒരു 2 ദിവസം നടക്കൂല. രാത്രിയിൽ വെള്ളം കയറുവാണ് സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കായിരുന്നു. ഒരു 2 മണി അറിയില്ല നോക്കിയിട്ട് വന്നിട്ട് സമയം നോക്കി എത്ര സമയമായി. കാരണം അതിനു പോലും ചാർജില്ല. കാറ്റും മഴയാണ് ശക്തമായി. പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിയിലായാലും. അതിൽ കറണ്ട് നമ്മുടെ ഒരു പിള്ളേരൊക്കെ ഇത് സംബന്ധിച്ചിട്ട് ഇവർക്കൊക്കെ ഭയങ്കര എന്താണെന്ന് വെച്ചാൽ ഇതങ്ങനെ കാണാറുണ്ട്. പക്ഷെ നമ്മളിതുപോലെ കുഞ്ഞൊക്കെ ഉള്ള സമയത്ത് വെച്ചാൽ നമ്മുടെ പറമ്പിലെല്ലാം ഇതുപോലെ വെള്ളമൊക്കെ കയറുമ്പോഴും വല്ലാത്തൊരാവേശമാണ്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ സമാധാനം ആ ഒരു മണ്ണിട്ട് ഏകദേശം മതിലൊക്കെ കെട്ടിയത് കൊണ്ട് അങ്ങനെ വെള്ളം കയറില്ല എന്നുള്ള ഒരു ചെറിയൊരു വിശ്വാസം ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാന്നുള്ളതൊക്കെ സൗകര്യം ഉള്ളത് കൊണ്ട് അത് വലിയ കുഴപ്പമില്ല. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ കിണർ ഈ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ തീർന്നു നല്ല വെള്ളമാണ് കിണറിൽ. മറ്റു വേനൽക്കാലൊക്കെ ആകുമ്പോഴും വരുവാണെങ്കിൽ ഇതുപോലെ ഞങ്ങൾ നിൽക്കുന്നതിന് മുമ്പേയൊക്കെ മോശം വെള്ളാകാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും പറഞ്ഞു നല്ല വെള്ളം കിട്ടുന്നുണ്ടല്ലോ എന്ന്. കിണറിൽ നല്ല വെള്ളമാണ്. ഞങ്ങളുള്ള സമയത്ത് രാത്രി ആകുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാം. പക്ഷെ ഇതിനി പറയാൻ പറ്റില്ലേ രാത്രി ആകുമ്പോഴേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി പിള്ളേരൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെന്ന് വെച്ചാൽ ഈ മതിൽ കെട്ടിയോണ്ട് വേസ്റ്റ് അധികം ഇല്ലായിരുന്നു, ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ രാത്രി ആകുമ്പോഴേക്ക് ഇതുപോലെ ഉണ്ടോ അടുക്കള വശമാണ് ഞങ്ങളുടെ ക്ലിയർ ഇല്ല.
കാരണം കറണ്ട് ഇല്ല, ഇത്രയേ ഉള്ളൂ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയിൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെല്ലാം സാധനം മൊത്തത്തിൽ അങ്ങ് കയറ്റി വെച്ച്, പിന്നെ അധികം ഞാൻ പറഞ്ഞല്ലോ ലീവിന് വന്നുകൊണ്ട് അധികം സാധനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഉള്ളതെല്ലാം അങ്ങ് സെറ്റപ്പാക്കി വെച്ചിട്ട് അതിൻ്റെ നടപടികൾ നോക്കും. ഞങ്ങൾ കഴിഞ്ഞല്ല എനിക്കൊന്ന് 2 വർഷം മുമ്പ് എങ്ങാണ്ട് വെള്ളം വന്ന സമയത്ത് ഇതുപോലെ രാത്രിയിൽ ഞങ്ങൾ ഏകദേശം എല്ലാം എടുത്ത് വെച്ച് കിടന്നതാണ്. ഉറക്കമൊന്നുമില്ല, കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ രാവിലെ ആകുമ്പോഴേക്ക് ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു. പിന്നെ എന്നുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ മെയിനായിട്ട് വെള്ളം കയറിയുന്ന ഏരിയ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പല എന്താ പറയുക പാമ്പുകൾ പോലെയുള്ള പല ജീവികൾ ഇഴജന്തുക്കൾ എന്തായാലും കയറി വരും. പിന്നെ അത് ഓരോന്നിൽ പറ്റി പിടിച്ച് നമ്മൾ രാവിലെയൊക്കെ വെള്ളം പോയല്ലോ എന്നും പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഇതിൻ്റെ വിപത്തുകൾ അറിയുന്നത്. അതും ഇതുപോലെ വെള്ളപ്പൊക്കമൊക്കെ ഉള്ള പ്രദേശങ്ങളിലെ ആൾക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മൾ പറയും വെള്ളം ഇറങ്ങിപ്പോയി, ഇപ്പം എൻ്റെ അച്ഛൻ ഇതുപോലെ വിളിച്ചു പറയും എപ്പോഴും വെള്ളം ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് നോക്കാതിരിക്കേണ്ട, കാരണം ഇങ്ങനെ പറ്റി കിടക്കുന്നുള്ളത്. നോക്കട്ടെ എന്താണ് കാര്യം എന്നുള്ളത്. വേസ്റ്റ് അധികം ഇല്ലായിരുന്നു, കാരണം അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഈ സമയത്ത് വേസ്റ്റ് ഇടുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. പിന്നെ സമാധാനം ഇല്ലാഞ്ഞിട്ട് എൻ്റെ അച്ഛൻ പിറ്റേന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായേ, കാരണം നമ്മളെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അല്ലേ, അപ്പോൾ അവരൊന്നും നമ്മളെ കാണാനും കേൾക്കാനും ഇല്ലെങ്കിൽ പിന്നെ ഉള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പം അച്ഛൻ വന്നതിനോട് കൂടി എനിക്കും വെള്ളം കയറിയാൽ എന്തില്ലേ എന്നുള്ള ഒരു സമാധാനമായി. നമുക്ക് ഓടാൻ സ്ഥലങ്ങളുണ്ടല്ലോ. പിന്നെ അതുപോലെ ഈ നാട്ടിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടാണ്. അവരെയൊന്നും നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ഏതൊരവസരത്തിലായാലും. എനിക്ക് തോന്നുന്നു കൂടുതൽ കേരളത്തിലുള്ള ആൾക്കാരാണ് കേട്ടോ കുറച്ചും കൂടെ എല്ലാ കാര്യങ്ങളിലും കുറച്ചും കൂടെ മുന്നിട്ട് സഹായിക്കാനൊക്കെ ഉള്ളൊരു മനസ്ഥിതി ഉള്ള ആൾക്കാർ. ഇനി ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് എന്ത് വെള്ളം കയറിയാൽ എന്തില്ലേ അല്ലേ എന്നുള്ളൊരു മനോഭാവമാണ് കേട്ടോ ഇപ്പോഴുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ ഈ വേസ്റ്റിൻ്റെ കാര്യം പറയാമല്ലോ, ഇതെന്ന് വെച്ചാൽ കുറേ ആൾക്കാരുണ്ട് ഈ വെള്ളം വരുന്നേയും കാത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നത് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും എന്തൊരു മനുഷ്യന്മാരാ. പിന്നെ ഇത് വേറൊരു ദിവസത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാർ ഇത് ചുമ്മാ ഇറക്കിയ തോണിയാണ്, തേങ്ങയൊക്കെ പിടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിള്ളേർക്കൊരാഗ്രഹം വീട്ടിൻ്റെ മുമ്പിലൂടെ ഇതിങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ നമ്മളെപ്പോലെയുള്ളവർക്ക് എന്തായാലും കിട്ടില്ലേ. വെള്ളത്തിൽ നിന്നിട്ട് ഇതാ തുണി കഴുകാം, അങ്ങനെ ഇതാ തോണി ഇതാ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലോട്ട് എത്തിയേ. ചുമ്മാ പിള്ളേർ രസത്തിന് കയറിയതാണ്.